തോമസ് ഗ്രേയുടെ എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡിലെ കുറച്ച് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഓഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെൻട്രൽ തീം ഓഫ് എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, ഇതിനകത്ത് എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്നുള്ള പോയത്തിലെ സെൻട്രൽ തീം എന്ന് പറയുമ്പോൾ ഡെത്തിൻ്റെ ഇന്നെവിറ്റബിലിറ്റിയും മോർട്ടാലിറ്റിയുടെ യൂണിവേഴ്സാലിറ്റിയുമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഡെത്ത് എന്തായാലും ഹാപ്പൻ ചെയ്യും, റിച്ച് ആൻഡ് പുവർ ആ ഒരു ഡിവിഷനും ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ. മോർട്ടാലിറ്റിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഡെത്ത് എന്ന് പറയുന്നത് ഇറ്റ് കംസ് ടു എവ്രി വൺ റിഗാർഡ്ലെസ് ഓഫ് ദിയർ സ്റ്റേറ്റസ്, വെൽത്ത് ഓർ അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ തോമസ് ഗ്രേ മെഡിറ്റേറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമ്പിൾ ആയിട്ടുള്ള റൂറൽ പീപ്പിളിനെ ഈ ചർച്ച് യാർഡിൽ ബെറി ചെയ്തിരിക്കുവാണ്. സോ ചിലപ്പോൾ അവിടെ കിടക്കുന്ന ആളുകൾ വളരെ പുവറായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ജനിച്ച് മരിച്ചത്. അപ്പോൾ അവരുടെ ടാലൻസോ അംബീഷൻസോ ഒന്നും അവർ റിയലൈസ് ചെയ്ത് കാണത്തില്ല. ആൻഡ് വേറെ ആരും റിയലൈസ് ചെയ്ത് പോലും കാണത്തില്ല. ചിലപ്പോൾ അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി കാണുമോ എന്നുള്ള കാര്യവും സംശയമാണ്. സോ അവരുടെ ആ ഒരു സിമ്പിൾ സർക്കംസ്റ്റൻസസിൽ അവർ ജനിച്ചു, അവർ ജീവിച്ചു, അവർ മരിച്ചു. ആൻഡ് ഓൾസോ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ അഹങ്കാരവും അരഗൻസും ആ ഒരു ഫെയിമിനോടുള്ള ആർത്തിയുമാണ്. എല്ലാ ഹ്യൂമൻ ബീയിങ്സും പക്ഷേ ഡെത്തിൻ്റെ കാര്യം വരുമ്പോൾ ഈക്വലാണ്. എത്രമാത്രം അഹങ്കരിച്ചാലും എത്ര റിച്ച് ആണെന്ന് പറഞ്ഞാലും ഡെത്ത് വരുമ്പോൾ എന്തെന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ഈക്വലൈസർ എന്നാണ് ഡെത്തിനെ ഇവിടെ അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ആൻഡ് ഓൾസോ ഇതിനകത്ത് വരുന്ന തീംസ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ ആ ഒരു ഇംപെർമനൻസ്, ഒന്നുമെല്ലാം എപ്പോഴും ഫിക്സ്ഡ് അല്ല ലൈഫിൽ. പിന്നെ പുവർ പീപ്പിളിൻ്റെ ആ ഒരു കണ്ടീഷൻസും ഹമ്പിളായിരിക്കേണ്ട ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ മരണത്തിന് ശേഷമുള്ള ആ ഒരു റിമംബ്രൻസും ആ ലോങ്ങിങ് ഫോർ റിമംബ്രൻസുമാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പുവർ വില്ലേജേഴ്സിൻ്റെ ലൈഫിനെ എങ്ങനെയാണ് തോമസ് ഗ്രേ ഇവിടെ പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ പുവർ വില്ലേജേഴ്സിനെ ഈ കൺട്രി ചർച്ച് യാർഡിലാണ് ബെറി ചെയ്തിരിക്കുന്നത്. വിത്ത് ഡീപ്പ് സിമ്പത്തി ആൻഡ് റെസ്പെക്റ്റോട് കൂടിയാണ് അദ്ദേഹം ഇവിടെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ആൻഡ് അവരുടെ സിംപ്ലിസിറ്റി, ഹാർഡ് വർക്ക്, മോറൽ വിർച്യൂസിനെയൊക്കെ അദ്ദേഹം എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പോയത്തിനകത്ത്. ഈ വില്ലേജസ് വളരെ ക്വയറ്റ് ആൻഡ് എന്താ പറയുക, ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള ലൈഫൊന്നും അല്ലായിരുന്നു അവരുടേത്. അവർ ലാൻഡിലെല്ലാം വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ ഫാമിലീസിനെ എല്ലാം ടേക്ക് കെയർ ചെയ്ത് ഹമ്പിളായിട്ട് അല്ലെങ്കിൽ ഹമ്പിൾ വാല്യൂസ് ഫോളോ ചെയ്തിട്ടാണ് അവർ ജീവിച്ചത്. അവർക്ക് വെൽത്ത് കാണത്തില്ല, എഡ്യൂക്കേഷൻ കാണത്തില്ല, ആൻഡ് അവർ ഫേമസ് ആയിരിക്കത്തില്ല. പക്ഷേ ഹി സജസ്റ്റ് ദാറ്റ് അവരുടെ ടാലൻസും വിർച്യൂസും എല്ലാം എന്താണ്, ഈ സെലിബ്രേറ്റഡ് ഫിഗേഴ്സിൻ്റെ അല്ലെങ്കിൽ വളരെ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ അത്രയും തന്നെ ടാലൻസും വിർച്യൂസും ഇവർക്കും കാണും. പക്ഷേ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഒരിക്കലും അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റാതെ പോയത്. ആൻഡ് അവരുടെ ലൈഫ്സ് എന്ന് പറയുന്നത് ഇഗ്നോറൻസിലും പോവേർട്ടിയിലും ആയിപ്പോയി എന്ത് ചെയ്തത്, പിന്നെ അവർ ജീവിച്ചത്. സോ അവരുടെ ടാലൻസോ അല്ലെങ്കിൽ അവർക്ക് ഗ്രേറ്റ്നെസ്സോ ഒന്നും അച്ചീവ് ചെയ്യാൻ അവർക്ക് പറ്റിക്കാണത്തില്ല. പക്ഷെ അത് പിറ്റിയോടെ അല്ലെങ്കിൽ സിമ്പതിയോട് കൂടിയല്ല പോയിട്ട് അത് എന്ത് ചെയ്യുന്നത്, വ്യൂ ചെയ്യുന്നത്. അദ്ദേഹം അവരെ ഓണർ ചെയ്താണ് സംസാരിക്കുന്നത്. അവർ വളരെ ഓണസ്റ്റ് ആണെന്നും അവരുടെ എക്സിസ്റ്റൻസ് തന്നെ അല്ലെങ്കിൽ അവരുടെ ലൈഫ് വളരെ പീസ്ഫുൾ ആയിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ കോമൺ പീപ്പിളിൻ്റെ ലൈഫിനെ അദ്ദേഹം എലവേറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ. ആൻഡ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഫേമസ് ആവുന്നതിലല്ല, പക്ഷെ ഒരാൾ എങ്ങനെ ഹമ്പിളായിട്ട് അല്ലെങ്കിൽ വിർച്വസ് ആയിട്ട് ജീവിക്കുന്നു എന്നതിലുള്ളതാണ്. ഇനി ഫെയിം ആൻഡ് അംബീഷനെ കുറിച്ച് എന്താണ് പോയിറ്റിൻ്റെ വ്യൂസ്. തോമസ് ഗ്രേ പ്രസൻറ്റ് ചെയ്യുന്നത് ഫെയിം ആൻഡ് അംബീഷൻ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ്, ഒരു നെഗറ്റീവ് കൈൻഡ് ഓഫ് വ്യൂവിലാണ് ഇത് പറഞ്ഞു പോയേക്കുന്നത്. ഗ്ലോറി, പവർ, വെൽത്ത് ഇതെല്ലാം യൂസ്ലെസ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. ബിക്കോസ് ഡെത്ത് എന്ന് പറയുന്നത് റിച്ച് ആൻഡ് പുവറിന് എലേക്കായിട്ട് തന്നെ ഹാപ്പൻ ചെയ്യും. അപ്പോൾ പോംബ് ഓഫ് പവർ, അതുപോലെ തന്നെ ബോസ്റ്റ് ഓഫ് ഹെറാൾഡറി എന്നൊക്കെ അദ്ദേഹം റിഫർ ചെയ്യുന്നുണ്ട് പോയത്തിനകത്ത്. അതായത് ആൻഡ് ഹി ഓൾസോ ഇൻസിസ്റ്റ് ദാറ്റ് എന്താണ്, ആർക്കും ഈ ഡെത്തിൻ്റെ ആ ഒരു ഇന്നെവിറ്റബിൾ അവറിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഫെയിമിൻ്റെ പുറകെ പോയാലും പ്രൈഡിൻ്റെ പുറകെ പോയാലും റിച്ചിൻ്റെ ആ ഒരു ഗ്ലോറി പവറിൻ്റെ പുറകെ പോയാലും എല്ലാവർക്കും എന്ത് ഹാപ്പൻ ചെയ്യും, ഡെത്ത് ഹാപ്പൻ ചെയ്യും. അപ്പോൾ ഹി ആക്ച്വലി ക്വസ്റ്റ്യൻസ് എന്താണ്, വേൾഡ്ലി അച്ചീവ്മെൻറ്റ്സിനെ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫിനെയാണ് അദ്ദേഹം ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്ത് ലൈഫ് ലീഡ് ചെയ്താലും അവസാനം ഈ ഗ്രേവിൽ തന്നെ നമ്മൾ കിടക്കേണ്ടി വരും. സോ ഫെയിം എന്ന് പറയുന്നത് എന്താണ്, എംറ്റി ആണ്, അല്ലെങ്കിൽ ഒരു ഷാലോ ലൈഫായിരിക്കും ഫെയിംസ് ലൈഫ് എന്ന് പറയുന്നത്. ആൻഡ് വിർച്വസ് ആയിട്ടും അല്ലെങ്കിൽ വളരെ മോഡസ്റ്റി ആയിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ മീനിങ് ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈവൻ ഗ്രേറ്റസ്റ്റ് നെയിംസും ചിലപ്പോൾ ടൈം പോകുന്നതിനനുസരിച്ച് ഫൊർഗോട്ടൺ ആയി മാറും. അപ്പോൾ മോണിമെൻറ്റ്സിനോ ടൈറ്റിൽസിനോ ഒന്നും ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡെത്തിൽ നിന്ന് ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഹമ്പിളായിട്ട് ജീവിക്കുന്നതിലൂടെ ആയിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യും കിട്ടുന്നതെന്നാണ് പറയുന്നത്, ആളുകൾ ചിലപ്പോൾ അറിഞ്ഞു വരുന്നത്. ഇനി എങ്ങനെയാണ് സെറ്റിംഗ് ഓഫ് ദ പോവം. സെറ്റിംഗ് ഓഫ് ദ പോവം എന്ന് പറയുമ്പോൾ ഒരു ക്വയറ്റ് റൂറൽ ചർച്ച് യാർഡ് ട്വൈലൈറ്റ് സീനിലാണ് ഇത് ഹാപ്പൻ ചെയ്യുന്നത്. ഒരു വളരെ മെലങ്കോളിക് ആയിട്ട്, അതായത് വളരെ സാഡായിട്ട് ഒരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൂഡിലാണ് ഇദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത്.
ആ ഡേ എല്ലാം ഫെയ്ഡ് ആവുന്നു. കൺട്രി സൈഡിലെ ആ ഒരു വില്ലേജ് സൈഡിലെ സ്റ്റിൽനെസ് ഉണ്ട്. പിന്നെന്താണ്, ഫൊർഗോട്ടൺ വില്ലേജേഴ്സിന്റെ ഗ്രേവ്സിന്റെ അടുത്ത് നിന്നാണ് ഇദ്ദേഹം ഇത് സംസാരിക്കുന്നത്. നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് ആണുള്ളത്. അപ്പോൾ ഒരു ഇൻട്രോസ്പെക്ഷൻ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉള്ളത്. വളരെ പീസ്ഫുൾ ആണെന്നുണ്ടെങ്കിലും ലൈഫിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചും ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ചും ഒക്കെ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പം നാച്ചുറൽ ഇമേജറിയാണ് അദ്ദേഹം കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഔളിനെ കുറിച്ച് പറയുന്നു, ബീറ്റിൽസിന്റെ സൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ ആ സൈലൻസ് ആൻഡ് സോളിറ്റ്യൂഡിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആ സമയത്താണ് ഇദ്ദേഹം അവിടെ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഈ സിമ്പിൾ വില്ലേജേഴ്സിന്റെ ഗ്രേവ്സ് കണ്ടിട്ട് അദ്ദേഹം അവരുടെ ലൈഫിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചും ഒക്കെ കോണ്ടംപ്ലേറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി എപ്പിറ്റഫ് അറ്റ് ദി എൻഡ് ഓഫ് ദ പോയം. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ എൻഡ് ഓഫ് ദ പോയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു എപ്പിറ്റഫ് ഉണ്ട്. അതായത് അതൊരു പേഴ്സണൽ കൺക്ലൂഷനാണ് കൊടുക്കുന്നത്. ഇദ്ദേഹത്തിന്റെ തന്നെ മരണത്തിനെ കുറിച്ച് ആലോചിച്ച് കണ്ടംപ്ലേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് എപ്പിറ്റഫ് ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത്. അതിനകത്ത് അദ്ദേഹത്തിന് തന്നെ ഡെത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു പേഴ്സണൽ കണക്ഷനാണ്, അല്ലെങ്കിൽ ആ വരികൾ, ആ എപ്പിറ്റഫ് എന്ന് പറയുന്നത് അവസാനത്തെ വരികൾ പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞു പോയേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പോയിറ്റ് ഇമാജിൻ ചെയ്യുവാണ് ഇദ്ദേഹത്തിനെ എങ്ങനെയാണ് ആളുകൾ ഓർക്കാൻ ശ്രമിക്കുന്നത് ആഫ്റ്റർ ഡെത്ത്, ദറ്റ് ഹൗ ഹി വിൽ ബി റിമെമ്പേർഡ് ആഫ്റ്റർ ഡെത്ത്. അപ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇദ്ദേഹം സംസാരിക്കുവാണ്. അത് അദ്ദേഹത്തിനെ ഫേമസ് ആയിട്ടോ അല്ലെങ്കിൽ വെൽത്തി ആയിട്ടോ ഒന്നും അദ്ദേഹത്തിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ട, പക്ഷേ സിൻസിയർ ആയിട്ടും ഹമ്പിളായിട്ടും ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ട് അറിയപ്പെടാനാണ് അദ്ദേഹത്തിന് ആഫ്റ്റർ ഹിസ് ഡെത്ത് ഇഷ്ടം. അപ്പോൾ ആ ഒരു സിമ്പിൾ റിമെമ്പറൻസ് ആണ് ഇദ്ദേഹത്തിന് താല്പര്യം. വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള മോണിമെന്റ്സോ അച്ചീവ്മെന്റ്സോ ഒന്നും അദ്ദേഹത്തിന് വേണ്ട. പക്ഷേ എ മാൻ ഹൂ ഫെൽറ്റ് ഡീപ്ലി ആൻഡ് എ മാൻ ഹൂ ഹെൽപ്ഡ് അതേഴ്സ് ആൻഡ് എന്താണ് വളരെ ഹമ്പിളായിട്ട് ഡെത്തിനെ എംബ്രേസ് ചെയ്ത ഒരു സിമ്പിൾ ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഇദ്ദേഹത്തിന് അറിയപ്പെട്ടാൽ മതി. സോ ഈ പോയത്തിന്റെ തീംസ് എല്ലാം ഈ എപ്പിറ്റഫിനകത്താണ് സമ്മറൈസ് ചെയ്ത് വരുന്നത്. അതായത് അൺനോൺ ആയിട്ട് മരിക്കുന്നതിലുള്ള ആ ഒരു ഡിഗ്നിറ്റി, മോർട്ടാലിറ്റിയെ ഒരു മടിയും കൂടാതെ അക്സെപ്റ്റ് ചെയ്തു, നല്ല രീതിയിൽ റിമെമ്പർ ചെയ്യണം ആഫ്റ്റർ ഡെത്ത്. അതാണ് ഇതിനകത്ത് വരുന്ന ആ ഒരു പേഴ്സണൽ ആൻഡ് ഇമോഷണൽ ക്ലോഷർ ഓഫ് ദി പോം എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ എപ്പിറ്റഫ്. ദെൻ യൂസ് ഓഫ് ഇമേജറി ആണ്. അപ്പോൾ യൂസ് ഓഫ് ഇമേജറി എന്ന് പറയുമ്പോൾ വളരെ വിവിഡ് ആയിട്ടുള്ള റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ അറ്റ്മോസ്ഫിയറിലാണ് ഈ ഒരു പോം ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ഇമേജസ് ആണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഈവനിങ് ആണെന്ന് പറയുന്നു, ട്വൈലൈറ്റ് ആണെന്ന് പറയുന്നു, ഔളിൻ്റെ കംപ്ലൈനിങ് വോയിസ് കേൾക്കുന്നു, ബീറ്റിൽസിൻ്റെ സ്ക്രീച്ചിങ് സൗണ്ട് കേൾക്കുന്നു അല്ലേ. ആൻഡ് ഓൾസോ എന്താണ്, പിന്നെ പീസ്ഫുൾ കൺട്രി സൈഡ് സെറ്റിങ്ങിനെ കുറിച്ച് പറയുന്നു. ആൻഡ് ഡേ പാർട്ടി ചെയ്യുവാണെന്ന് പറയുന്നു. അതായത് ആ സൺസെറ്റിനെ കുറിച്ച് സിംബലൈസ് ചെയ്യുന്നതാണ് അവിടെ പറയുന്നത്. കർഫ്യൂ ടോളിംഗ് ദ നെൽ ഓഫ് പാർട്ടിംഗ് ഡേ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം സൺസെറ്റിനെ കുറിച്ച്. പിന്നെ ഗ്രേവ് യാർഡിന്റെ ഇമേജറി, അതായത് കുറേ ടൂം സ്റ്റോൺസും ഗ്രേവ്സ് എല്ലാം പേരൊന്നും ഇല്ലാത്ത അൺമാർക്ക്ഡ് ആയിട്ടുള്ള ഗ്രേവ്സിനെ അദ്ദേഹം കാണുന്നു. പിന്നെന്താണ്, പ്ലൗമെൻ, കോട്ടേജസ്, ഫാമിലി ലൈഫ്, ഇവരെ കുറിച്ചൊക്കെ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഈ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച്, അതായത് ട്രോഫീസും മാർബിൾ വോൾട്ടും സ്റ്റാച്യൂസും ഒക്കെ ഉള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആൻഡ് അപ്പോൾ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു മോർട്ടാലിറ്റിയിൽ അല്ലെങ്കിൽ എന്താണ് എന്തായാലും അവസാനം എൻഡ് ചെയ്യും എന്നുള്ള ഇമേജസ് ഒക്കെയാണ് അദ്ദേഹം കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി റിച്ച് ആൻഡ് പുവർ എന്ന പോയത്തിനെ കുറിച്ച് എങ്ങനെയാണ് തോമസ് ഗ്രേ കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൂറൽ വില്ലേജേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ലാവിഷ് ആയിട്ടുള്ള ലൈഫൊന്നും അല്ല, അവർക്ക് റിച്ച് ആയിട്ടുള്ള ആളുകളുടെ അത്രയും ആംബീഷൻസും കാണത്തില്ല. അവർ വളരെ ഹമ്പിൾ ആയിട്ടുള്ള ലൈഫായിരിക്കും ലീഡ് ചെയ്തിരിക്കുന്നത്, അത്രയ്ക്ക് വിസിബിൾ ആയിട്ടുള്ള ലൈഫും ആയിരിക്കത്തില്ല. വെൽത്തി പീപ്പിളിനെ ഇദ്ദേഹം എന്ത് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്, വെൽത്തി പീപ്പിളിന് ബോസ്റ്റ് ചെയ്യാൻ, അതായത് പൊങ്ങച്ചം പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അവർക്ക് ട്രോഫീസ് കാണും അല്ലേ, അവർക്ക് ഭയങ്കര വലിയ ഏൺസ് ആയിരിക്കും അവർക്കുള്ളത്, URNS ഏൺസ് കാണും. അപ്പോൾ അവരെന്ന് പറയുന്നത് എന്താണ്, ഈ മോണിമെന്റ്സിലൂടെ അല്ലെങ്കിൽ ഫേമസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്നത് അവരങ്ങ് ഇമ്മോർട്ടലൈസ് ആയെന്നുള്ള മീനിങ്ങിലാണ്. പക്ഷെ പുവർ പീപ്പിൾ അവരുടെ ഈ ഗ്രേവിൽ കിടക്കുന്നത് എങ്ങനെയാണ്, നാരോ ആയിട്ടുള്ള ഗ്രേവ്സിലാണ് കിടക്കുന്നത്. അവർക്ക് വലിയ ഗ്രാൻഡ് ഹിസ്റ്ററിയോ പാസ്റ്റോ ഒന്നും ഇല്ല. അവർക്ക് വലിയ മോണിമെന്റോ ടൂം സ്റ്റോൺസോ ഒന്നും ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനോ അവരുടെ ശവകുടീരത്തിൽ ഇല്ല. പക്ഷെ പുവർ പീപ്പിളിനെ സിമ്പതൈസ് ചെയ്തിട്ടല്ല ഇദ്ദേഹം പറയുന്നത്, അവർ മോറലി സുപ്പീരിയർ ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് അവർക്ക് കറപ്ഷനോ അല്ലെങ്കിൽ പവറിന്റെ അംബീഷന്റെ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് അവരെ ബാധിച്ചിട്ടില്ല. റിച്ച് പീപ്പിളിനെ മാർബിൾ ആൻഡ് ഫെയിം കൊണ്ട് റിമെമ്പർ ചെയ്യുമായിരിക്കും, അതായത് അവരുടെ ടൂം സ്റ്റോൺ ഒക്കെ മാർബിൾ കൊണ്ടൊക്കെ ആയിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അവരും എന്ത് ചെയ്യണം, മരിച്ചു പോവും. അത് കുറച്ച് കഴിയുമ്പോൾ ടൈം പോകുന്നതിനനുസരിച്ച് ഇവരെ എല്ലാവരും മറക്കും. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, തോമസ് ഗ്രേ ഒരു ട്രാൻസിഷണൽ പോയിറ്റായിട്ട് എങ്ങനെ മാറുന്നു. അപ്പോൾ തോമസ് ഗ്രേ 1716 തൊട്ട് 1771 ഉള്ള ആ ഒരു കാലഘട്ടത്തിലാണ് എഴുതിയിരുന്നത്.
അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അഗസ്റ്റൻ ഏജ്, അതായത് നിയോ ക്ലാസിക്കൽ ഏജ് ആൻഡ് റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഇടയിലുള്ളൊരു പോയിറ്റാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ട്രാൻസിഷണൽ പോയിറ്റ് എന്ന് പറയുന്നത്. അതായത് നിയോ ക്ലാസിക്കൽ ഏജിൽ നിന്നും റൊമാൻറ്റിക് മൂവ്മെൻറ്റിലോട്ട് അല്ലെങ്കിൽ റൊമാൻറ്റിക് ഏജിലോട്ട് പോകുന്ന ആ ഒരു ട്രാൻസിഷൻ ടൈമിലായിരുന്നു ഇദ്ദേഹം എഴുതിയിരുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ട്രാൻസിഷണൽ പോയിറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ഫേമസ് വർക്കാണ് നമുക്ക് പഠിക്കാനുള്ള എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. അപ്പോൾ അത് നിയോ ക്ലാസിക്കൽ ആൻഡ് ബോത്ത് റൊമാൻറ്റിക് എലിമെൻറ്റ്സ് ഇദ്ദേഹത്തിൻ്റെ വർക്കിനകത്ത് വരുന്നുണ്ട്. അതായത് ഫോർമാലിറ്റി, ബാലൻസ്, ഇതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് നിയോ ക്ലാസിസത്തിൽ. റൊമാൻറ്റിസിസം വരുവാണെന്നുണ്ടെങ്കിൽ ഇമോഷൻ, ഇൻഡിവിജ്വലിസം, നേച്ചറിനെ വർഷിപ്പ് ചെയ്യുന്നു, കോമൺ മാനിന് ഫോക്കസ് കൊടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഡ്യുവാലിറ്റി ഈ പോയത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എലിജി എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഡെത്തിനെക്കുറിച്ച്, റൂറൽ ലൈഫിനെക്കുറിച്ച്, ഇമോഷണൽ റിഫ്ലക്ഷനെക്കുറിച്ച്. അതൊന്നും ശരിക്കും പറഞ്ഞാൽ അഗസ്റ്റൻ പോയട്രിയിൽ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ പോയട്രിയിൽ ഇല്ലായിരുന്നു. നിയോ ക്ലാസിക്കൽ പോയട്രി കുറച്ചുകൂടെ അർബൻ, സറ്റേറിക്കൽ ആൻഡ് റാഷണൽ ആണ്. അപ്പോൾ ഈ ഒരു ഇമോഷണൽ ടോൺ അല്ലെങ്കിൽ സാഡ് ആയിട്ടുള്ള ടോൺ, നേച്ചറിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, ഇതൊക്കെ റൊമാൻറ്റിക് സ്പിരിറ്റിൽ വരുന്നതാണ്. ഇനി നിയോ ക്ലാസിക്കൽ പോയിറ്റ്സ് രാജാക്കന്മാരെയും ഹീറോസിനെയും അരിസ്റ്റോക്രാറ്റ്സിനെയും ഒക്കെ പ്രൈസ് ചെയ്യുമ്പോൾ തോമസ് ഗ്രേ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഓർഡിനറി വില്ലേജേഴ്സിൻ്റെ ലൈഫിനാണ്. അപ്പോൾ അത് തന്നെ ശരിക്കും പറഞ്ഞാൽ റൊമാൻറ്റിസിസത്തിലോട്ട് പോകുന്ന ആ ഒരു ഷിഫ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. കോമൺ മാനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് റൊമാൻറ്റിക് ഏജ്, അല്ലേ? ആ ഒരു റൂറൽ സിംപ്ലിസിറ്റിയെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. ഇനി നേച്ചർ എങ്ങനെയാണ് ഒരു റിഫ്ലക്റ്റീവ് സ്പേസ് ആയിട്ട് മാറുന്നത് ഇതിനകത്ത്? അപ്പോൾ നേച്ചറിന് ഒരു സ്പിരിച്വൽ ആൻഡ് ഫിലോസഫിക്കൽ റോളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഈവനിങ് കൺട്രി സൈഡ്, പിന്നെ ഒരു ചേർച്ച് യാർഡ്, റൂറൽ ആയിട്ടുള്ള സീൻസ്, ലോൺലി റൂറൽ സീൻസ്. അപ്പോൾ ആ മൂഡ് ആൻഡ് അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വേർഡ്സ്വർത്തിനെ പോലുള്ളവർ എഴുതുമ്പോഴാണ് ഇങ്ങനെയുള്ള സീൻസ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. അപ്പോൾ അത് നമുക്കിതിനകത്ത് കാണാം. പിന്നെ പേഴ്സണൽ ഇമോഷൻ, സെൻസിറ്റിവിറ്റി, അതെല്ലാം നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ എപ്പിറ്റഫ് ഫൈനൽ സ്റ്റാൻസയ്ക്കകത്ത്. പിന്നെ അഗസ്റ്റൻ ഏജിലെ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ ഏജിലെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയിക് ക്വാട്രൈൻസിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. IMP പെൻറ്റമീറ്ററിൽ ഫോർമൽ ആയിട്ടുള്ള ഡിക്ഷനാണ്. അത് നിയോ ക്ലാസിക്കൽ സ്റ്റൈലാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. ഒരു ഓർഡർലി സ്ട്രക്ചർ ഉണ്ട്. പക്ഷെ റൊമാൻറ്റിക് ഏജിൽ വരുമ്പോൾ ആ ഒരു സ്ട്രക്ചർ കാണത്തില്ല, ഒരു ഓർഡർനെസ് കാണത്തില്ല. പിന്നെ അഗസ്റ്റൻ റൈറ്റേഴ്സിനെ പോലെ തന്നെ ഇദ്ദേഹം യൂണിവേഴ്സൽ ട്രൂത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എസ്പെഷ്യലി ഡെത്തിനെ കുറിച്ചും ഹ്യൂമൻ ലിമിറ്റേഷൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ സറ്ററൈസ് ചെയ്തിട്ടൊന്നും അല്ല അദ്ദേഹം പറയുന്നത്. അപ്പം പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോമസ് ഗ്രേയുടെ വർക്കിനകത്ത് നമുക്ക് ഗ്രേവിയഡ് സ്കൂൾ ഓഫ് പോയട്രിയുടെ കുറച്ച് ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും. ഗ്രേവിയഡ് സ്കൂൾ ഓഫ് പോയട്രി എന്ന് വെച്ചാൽ ഒന്നുമില്ല, പേരിൽ തന്നെ ഉണ്ട്. ഗ്രേവിയാർഡിൻ്റെ ആ ഒരു മൂഡിൽ അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പോയിരുന്ന് എന്താണ് കവിതകൾ എഴുതുന്ന ആളുകളെയാണ് നമ്മൾ ഗ്രേവിയഡ് പോയറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തോമസ് ഗ്രേയും അതിനകത്തൊരു ഇതായിട്ട് വരും. പിന്നെ നെക്സ്റ്റ് അപ്പോൾ കൺക്ലൂഷനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയോ ക്ലാസിക്കൽ എലിമെൻസും ഉണ്ട് ഇതിനകത്ത്, റൊമാൻറ്റിക് ഇമോഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ തീംസ് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോർട്ടാലിറ്റി, ഡെത്തിൻ്റെ ഇന്നവിറ്റബിലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, കോമൺ മാനിൻ്റെ ഡിഗ്നിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, നേച്ചറിനെ കുറിച്ചും റൂറൽ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്, ഫെയിമിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഫേമസ് ആവാതെ മരിച്ചു പോകുന്ന ആളുകളെക്കുറിച്ചും അതായത് ഒബ്സ്ക്യൂരിറ്റിയിൽ ജീവിക്കുന്ന ആളുകളെക്കുറിച്ചും പറയുന്നുണ്ട്, ഹ്യൂമൻ അംബീഷൻ്റെ ലിമിറ്റേഷനെ കുറിച്ചും ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പിന്നെ സാഡ് ആയിട്ടുള്ളൊരു ടോണിലാണ് ഈ പോം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ലെഗസിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ലാസ്റ്റ് പറഞ്ഞ് നിർത്തുകയാണ് ഇദ്ദേഹം. ഫൈനൽ സ്റ്റാൻസയ്ക്കകത്ത് അതായത് അദ്ദേഹത്തിനെ എങ്ങനെ റിമെമ്പർ ചെയ്യണം എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. സോഷ്യൽ ഇനിക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് പുവർ പീപ്പിളിന് ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത കാര്യവും റിച്ച് ആയിട്ടുള്ള ആളുകൾ അതെങ്ങനെ ചാൻസസ് എല്ലാം ടാലൻസ് എല്ലാം ഇല്ലാഞ്ഞിട്ട് പോലും അവരൊക്കെ ഫേമസ് ആവുന്ന കാര്യവും അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു റിലീജിയസ് അണ്ടർടോൺ ഉണ്ട്, അതായത് ആഫ്റ്റർ ലൈഫിനെ കുറിച്ചുള്ളൊരു ഹിൻറ്റ് അദ്ദേഹം തരുന്നുണ്ട്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ ടോണിലാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. അതായത് ഡെത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നെന്നും ഫൈനൽ ജഡ്ജ്മെൻറ്റിനെ അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ആഫ്റ്റർ ലൈഫിനെ കുറിച്ച് അതായത് അദ്ദേഹം പറയുന്നത് ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ ഇദ്ദേഹത്തിനെ എങ്ങനെ റിമെമ്പർ ചെയ്യണമെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിനകത്ത്. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ ലൈഫ് എന്നുള്ള ഐഡിയയിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ എപ്പിറ്റഫിൻ്റെ ഇമ്പോർട്ടൻസ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു എൻഡിങ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. തീം ഓഫ് മോർട്ടാലിറ്റിയെക്കുറിച്ച് പിന്നെയും പറയുന്നുണ്ട്, ഡെത്ത് യൂണിവേഴ്സലാണെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഡെത്തിനെ ഫിയർ ചെയ്യുന്നില്ല, പക്ഷെ അത് ഹംബ്ലി അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ പോയറ്റിൻ്റെ ആ ഒരു ഹ്യൂമിലിറ്റിയാണ് ഇത് പറയുന്നത്. അദ്ദേഹത്തിന് ടാലൻറ്റോ ഫെയിമോ ഒന്നും വേണ്ട, അങ്ങനെയൊന്നും അറിയപ്പെടുകയും വേണ്ട. ട്രൂത്ത്, ഇമോഷൻ അല്ലെങ്കിൽ മോറൽ ഇൻറ്റഗ്രിറ്റിക്ക് വാല്യൂ കൊടുത്തൊരു മനുഷ്യനായിട്ട് ഇദ്ദേഹത്തിന് അറിയപ്പെട്ടാൽ മതി എന്നാണ് ഇദ്ദേഹം തന്നെ പറയുന്നത്. പിന്നെ കോമൺ മാനുമായിട്ടുള്ള കണക്ഷനെ കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സ്പിരിച്വൽ ആൻഡ് ഫിലോസഫിക്കൽ മീനിങ് ആണ് ഏറ്റവും ലാസ്റ്റ് പറയുന്നത്. ആ ഒരു ഡെത്തിനെ ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നു, ഗോഡ്സ് വില്ലിനനുസരിച്ച് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പിറ്റഫ് ശരിക്കും പറഞ്ഞ ഈ പോയത്തിൽ ഒരു സെപ്പറേറ്റ് പോയറ്റിക് യൂണിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്.
സ്ട്രക്ചറലി അതൊരു എപ്പിറ്റഫ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ മരിക്കുന്ന സമയത്ത് ശവകുടീരത്തിൻ്റെ അവിടെ ഒരു ടൂം സ്റ്റോണിനകത്ത് നമ്മളിങ്ങനെ കല്ല് കൊത്തി വെക്കുമല്ലോ കുറച്ച് കാര്യങ്ങൾ, പേരും നമ്മൾ കണ്ടിട്ടുള്ളത് പേരും മരിച്ചതും ജനിച്ച വർഷവുമാണ്. അപ്പം അതിന് പകരം എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലാസ്റ്റ് സ്റ്റാൻസൊക്കകത്ത് വരുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എപ്പിറ്റഫിൽ അദ്ദേഹത്തിന് വേണ്ടുന്നത്. ഒരു ഗ്രേവ് സ്റ്റോൺ ഇൻസ്ക്രിപ്ഷനാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഓക്കെ, അതാണ് അദ്ദേഹത്തിൻ്റെ ലെഗസി എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്, ആ എഴുതി വെച്ചിരിക്കുന്ന കാര്യം.